ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ സ്റ്റഡി ടിപ്സ് വേണമെന്ന് നമ്മുടെ യൂട്യൂബ് കമൻറ്റിൽ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ 10th എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് പറ്റിയ ഫോൾസ് ഒക്കെ നിങ്ങളിനി ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോൾ ആ കമൻറ്റ് ഇട്ട ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ട് മോട്ടിവേറ്റ് ആവാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പറയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചാൽ, നിങ്ങൾ 10th ട്യൂഷന് പോകുന്നുണ്ടോ? പോണില്ലെങ്കിൽ ഒരു ഓൺലൈൻ സപ്പോർട്ട് ബെസ്റ്റ് ഒരു ഓപ്ഷനായിട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്ന് വിചാരിച്ചാൽ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ട്യൂഷന് പോയിരുന്നു ഓഫ്ലൈനായിട്ട് 2 സബ്ജക്റ്റിന് മാത്രമാണ് പോയിരുന്നത്, ഫിസിക്സ് ആൻഡ് മാത്സ്. ഞാൻ പറഞ്ഞില്ലേ, ഓഫ്ലൈൻ ട്യൂഷന് ഫിസിക്സിനും മാത്സിനും പോയിരുന്നു. അപ്പോൾ അതൊരു സാറും ടീച്ചറൊക്കെ കൂടിയിട്ടാണ് എടുത്തിരുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായിരുന്നു. ഫിസിക്സും മാത്സും എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അവിടെ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഈസിയായി. കാരണം എന്ന് വിചാരിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അവർ അടുത്തത് എടുക്കുള്ളൂ. അത് കാരണം എനിക്ക് പിന്നെ അവരുടെ നോട്ട്സൊക്കെ ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു ക്ലിയർ ആയിരുന്നു. ഭയങ്കര ടഫായിട്ടുള്ളതല്ല, നമ്മുടെ ഒരു വേർഡ്സിൽ അവർ നമുക്ക് എഴുതി തന്നിരുന്നു. അപ്പോൾ എനിക്കതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഓൺലൈനിൽ വിചാരിച്ചാൽ നമുക്കൊരു ഏപ്രിലൊക്കെ ആകുമ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് മെയ് ഒക്കെ ആകുമ്പോൾ ഒരു ഓണം ചാപ്റ്റേഴ്സ് വരെ എത്തും. അപ്പോൾ ഞാൻ പോയിരുന്നത് സൈലത്തിലാണ് ഞാൻ ജോയിൻ ചെയ്തിരുന്നത്. 9th 10th സൈലത്തിൽ തന്നെയാണ് ജോയിൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വിചാരിച്ചാൽ നമുക്ക് കൂടുതൽ പ്രാവശ്യം എടുത്ത് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കൂളിൽ ലെസൺസ് ഇങ്ങനെ ഓടിപ്പോണതിന് പകരം മെല്ലെ നമുക്ക് കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പോകുള്ളൂ. പിന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കാണാം, ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിഷ്യലായ കാര്യമാണ്. സ്കൂളിൽ കലോത്സവം സ്പോർട്സൊക്കെ വരുമ്പോൾ നമ്മൾ പഠിച്ചില്ലെങ്കിലും ഓൺലൈൻ്റെ ഒപ്പം ഫോളോ അപ്പ് ചെയ്ത് പോയാൽ ഒരു നല്ല കാര്യമാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റായിട്ട് എൻ്റെ ഒരു 10th തോന്നിയേക്കുന്നത്. അത് കാരണം തന്നെയായിട്ടാണ് എനിക്ക് ഫുൾ A+ കിട്ടിയത്. പിന്നെ മാത്സിന് ചോദിച്ചാൽ ആദ്യമൊക്കെ ഞാൻ ഫോണിൽ വെറുതെ ക്ലാസ് കണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഫുൾ ചെയ്ത് പഠിച്ചിരുന്നത്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. നമ്മൾ പെട്ടെന്ന് അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്, പക്ഷേ നമുക്കൊന്നും മനസ്സിലാവുക നേരത്തെ പിന്നെ അത് നമ്മൾ മറന്നു പോകും. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയൊക്കെ നോക്കണം കിട്ടണമെങ്കിൽ. അപ്പോൾ അത് എഴുതി തന്നെ മാത്സ് പഠിക്കണം. അതെനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. അതെനിക്ക് ഏറ്റവും പറ്റിയ തെറ്റാണ്. അത് ഇപ്പോൾ ഞാൻ റിയലൈസ് ചെയ്യണം. എല്ലാവരും പറഞ്ഞിരുന്നു എഴുതി പഠിക്കാൻ. അപ്പം അന്ന് ഞാൻ വിചാരിച്ചിരുന്നു എഴുതി പഠിക്കണ്ട, കണ്ടുപഠിച്ചാൽ കിട്ടുന്നൊക്കെ. പക്ഷെ എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ ലാസ്റ്റൊക്കെ എഴുതി പഠിച്ചിരുന്നു. മാത്സ് ടീച്ചറാണ് നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഷാരി ടീച്ചർ എന്നാണ് ടീച്ചറുടെ പേര്. അപ്പോൾ എൻ്റെ മാത്സിൽ ബാക്ക്ഗ്രൗണ്ട് ടീച്ചർ തന്നെയാണ് ഷാരി ടീച്ചർ. പിന്നെ അപ്പനും നന്നായിട്ട് എന്നെ പഠിപ്പിക്കുന്നു. മാത്സ് എനിക്ക് ലാസ്റ്റ് വരെ ഒട്ടും പ്രതീക്ഷയില്ലാത്ത സബ്ജക്റ്റായിരുന്നു മാത്സ്. പിന്നെ ലാസ്റ്റത്തെ ഒരു 7 days ഞാൻ ഷാരി ടീച്ചർ പറഞ്ഞിട്ട് ഞാനൊരു ബുക്ക് വാങ്ങിച്ചു, ഗണിതഗുരു എന്ന ബുക്കിൻ്റെ പേര്. അത് പിന്നെ ചെയ്ത് പഠിച്ചാണ് എനിക്ക് മാത്സിൽ ഫുൾ A+ കിട്ടിയത്. അപ്പോൾ ഫസ്റ്റൊക്കെ മാത്സ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. പിന്നെ എനിക്ക് ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടീച്ചർ എന്നെ മാത്സിൻ്റെ ലീഡർ ആക്കിയിട്ടൊക്കെ വെച്ചു. അങ്ങനെ ഞാൻ പിന്നെ ഹാഫ് ഇയർലിക്കൊക്കെ മാർക്കൊക്കെ കുറവായിരുന്നു. പിന്നെ ലാസ്റ്റ് വരെ ടീച്ചർക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് മാത്സിൽ ഫുൾ A+ കിട്ടുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പിന്നെ പഠിച്ചു തുടങ്ങിയത്. മാത്സ് എനിക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിച്ചു തുടങ്ങിയത്. ടീച്ചർ ഒറ്റൊരു കാരണമാണ് എനിക്ക് ഫുൾ A+ മാത്സിൽ കിട്ടിയത്. പിന്നെ എന്നെ അപ്പൻ നന്നായി പഠിപ്പിച്ചിരുന്നു മാത്സ്. പിന്നെ ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ 1 and only ഫേവറേറ്റ് ടീച്ചറാണ് സ്കൂളിലത്തെ ഷാരി ടീച്ചർ. മാത്സിനൊക്കെ ഒരു ഗൈഡൊക്കെ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യും. എല്ലാ സബ്ജക്റ്റിനും ഞാൻ ഓരോ ബുക്ക് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ സോഷ്യൽ നമുക്ക് സ്കൂളിൽ ചില ടീച്ചേഴ്സ് നമുക്ക് എല്ലാം പഠിപ്പിച്ചു തരും. എൻ്റെ സ്കൂളിലത്തെ ടീച്ചർ അങ്ങനെയായിരുന്നു. സോഷ്യൽ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളത് മാത്രമല്ല, നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ടെക്സ്റ്റിൽ പഠിപ്പിച്ചിരുന്നും അണ്ടർലൈൻ ചെയ്തൊക്കെ തരും. ഇങ്ങനെ പ്രധാനപ്പെട്ടത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇപ്രാവശ്യം എക്സാമിന് സോഷ്യൽ ടോട്ടലി ഡിഫറെൻ്റ് ആയ പാറ്റേണിലാണ് വന്നത്. എന്ന് വെച്ചാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ കൂടിയിട്ട് 90% നമുക്ക് എപ്പോഴും വരണ്ടും 10% നമുക്ക് കവറപ്പ് ചെയ്യാത്ത നമ്മുടെ ഏരിയ. അപ്പോൾ ഞങ്ങളുടെ ടീച്ചർ അങ്ങനെ നന്നായി പഠിപ്പിച്ചിരുന്ന കാരണം ഞാൻ അതൊക്കെ മുന്നേ പഠിച്ചിരുന്നു. അത് കാരണം സോഷ്യൽ എനിക്ക് A+ ഉണ്ട്, ഫുൾ A+ ആണ്. സോഷ്യൽ എനിക്ക് അത് കാരണം A+ കിട്ടി. അപ്പോൾ നമ്മൾ സോഷ്യലിൽ സെലക്റ്റീവായി പഠിക്കുന്നതിന് പകരം നമ്മളെല്ലാം പഠിക്കണം. അങ്ങനെയാണ് ഞാൻ പഠിച്ചിരുന്നത്. സോഷ്യൽ അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ബുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് വീട്ടിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അടുത്തതെന്ന് ചോദിച്ചാൽ ബയോളജി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു. കാരണം എന്ന് ചോദിച്ചാൽ മെയിൻ റീസൺ ടീച്ചർ തന്നെയായിരുന്നു.
കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് എക്സാം ഒക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാർക്ക് കളഞ്ഞിരുന്നു. ഇത് കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ആ സബ്ജക്റ്റ് തന്നെ പഠിക്കാൻ. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ടീച്ചർ, ഫസ്റ്റ് മുതൽ എനിക്ക് 8th ക്ലാസ് ടീച്ചറായിരുന്നു. പിന്നെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എന്നെ ഒറ്റ പിടിയാൽ പിടിച്ചു ടീച്ചർ. ഞാൻ എന്നും ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുക അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ എപ്പോഴും ഒരു കണ്ണൻ്റെ മേലെ തന്നെയായിരുന്നു ടീച്ചറുടെ. അത് കാരണം എനിക്ക് ബയോളജിയും അങ്ങനെ A+ ആയി. പിന്നെ ടീച്ചർ ഒരു ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോൾ ചാപ്റ്റർ ഫുള്ള് ഒരു PDF ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് എടുത്ത് പഠിച്ചു. അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബയോളജി പിന്നെ സെലക്റ്റീവായി പഠിക്കരുത്. ഒറ്റ സബ്ജക്റ്റ് നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങളൊന്നും പഠിക്കരുത്. അങ്ങനെ പഠിച്ചാൽ പണി കിട്ടും. അതാണ് ഇപ്രാവശ്യം ഒരു പരീക്ഷ എക്സാം നമുക്ക് മോഡലാണത്. പണി കിട്ടുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. A+ എണ്ണം കുറയാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ ബയോളജി സെലക്റ്റീവായി പഠിക്കരുത്. ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങൾ പഠിക്കണം. ഒരു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം മെമ്മറിയിൽ നിന്ന്. ഒരു കൊല്ലത്തേക്കായി പഠിച്ചു വയ്ക്കും. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കെമിസ്ട്രി നമ്മൾ ലാസ്റ്റ് 2 പാഠം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് നോമൻകൾച്ചറാണ്. നോമൻകൾച്ചർ ഓർഗാനിക് ആയിരുന്നു. അപ്പോൾ ആ 2 പാഠം ഫസ്റ്റ് ബേസിക്സ് അറിയാതെ നമ്മൾ 2 പാഠമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബേസിക്സ് ഒക്കെയാണ്. അപ്പോൾ അത് പഠിച്ചില്ലെങ്കിൽ കെമിസ്ട്രി +1 പണി കിട്ടുമെന്ന് ഞാൻ ടീച്ചർമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രി ആ 2 പാഠം നന്നായി ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെ അത് കുറച്ചൊരു പ്രയാസം മനസ്സിലാക്കിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. പിന്നെ 2ാമത്തെ പാഠം ഞങ്ങൾക്ക് ഉണ്ടായത് മോൾ കൺസെപ്റ്റ്. എല്ലാവർക്കും ടഫായിരുന്നു, പക്ഷേ എനിക്ക് മാത്രം ഈസി ആയിരുന്നു. കാരണം എന്ന് ചോദിച്ചാൽ അവരുടെ ഒരു മൈൻഡ് മാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ എന്താണ്ടായിരുന്നു, ഫിസിക്സ് സ്കൂളിലത്തെ ക്ലാസ് അത്ര വർക്കൊന്നുമല്ലായിരുന്നു. പിന്നെ യൂട്യൂബാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഫിസിക്സിൻ്റെ കാര്യം. ഫിസിക്സ് നല്ല ക്ലാസ്സായിരുന്നു. നമ്മുടെ നിതിൻ സാറിൻ്റെ നല്ല ക്ലാസ്സായിരുന്നു. ആളാണ് എനിക്ക് ഫിസിക്സ് സെറ്റാക്കിയത്. പിന്നെ JK സാറ്, ആളുടെ മറ്റേ 2ാം പാഠത്തിലത്തെ മറ്റേ സോങ് ഒക്കെ പാടിയിട്ടാണ് ഞാൻ 2ാം പാഠം പഠിച്ചിരുന്നത് ഫിസിക്സ്. അത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അപ്പോൾ ഒരു ഓൺലൈൻ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് നന്നായി പഠിക്കാൻ പറ്റുക എന്നാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം. ഹിന്ദിയൊക്കെ നമുക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും ഹിന്ദിയൊക്കെ. പിന്നെ ഹിന്ദി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 10 പ്രാവശ്യം തലതിരിച്ചെഴുതാന്ന് വിചാരിച്ച് ഒരിക്കലും പോവരുത്. കാരണം നമുക്ക് മാർക്കുള്ളതും കൂടിയും പോകും. അപ്പോൾ നമ്മൾ ഹിന്ദിയൊക്കെ അത്യാവശ്യം നമുക്ക് കണ്ടന്റ് എഴുതി ഉണ്ടാക്കാൻ അറിയെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണപ്പാടം തന്നെ പഠിച്ച് പോകേണ്ടി വരും. എനിക്ക് അത്യാവശ്യം ഉണ്ടാക്കി എഴുതാനൊക്കെ അറിയാം. അത് കാരണം എനിക്ക് ഹിന്ദി അത്ര വലിയ ടഫായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇംഗ്ലീഷ് അതുപോലെ വായിക്കാൻ എഴുതാൻ പിന്നെ ബേസിക്സ് ഗ്രാമർ ഒക്കെ അറിയെങ്കിൽ സെറ്റാവും. ഇംഗ്ലീഷിൻ്റെ കാര്യം എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മലയാളം അതുപോലെ നോ പ്രോബ്ലം. കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ പഠിച്ചിരുന്നു മലയാളം അത്യാവശ്യം. പക്ഷേ പരീക്ഷയുടെ തലേദിവസമാണ് ഞാൻ മലയാളം ബുക്ക് തുറക്കുക. കുഴപ്പമില്ലായിരുന്നു. ഞാൻ ക്ലാസ്സൊക്കെ ഭയങ്കര ശ്രദ്ധിച്ചിരിക്കണമായിരുന്നു. മലയാളം എനിക്ക് സെറ്റായിരുന്നു. പിന്നെ ലാംഗ്വേജസിൻ്റെ കാര്യം എന്ന് വിചാരിച്ചാൽ നമുക്ക് സ്കൂളിൽ പലതും മനസ്സിലാവില്ല. എനിക്ക് പലതും മനസ്സിലായിരുന്നില്ല സ്കൂളിൽ ലാംഗ്വേജ്. എസ്പെഷ്യലി ഞാൻ പറയുന്നില്ല ആ കാര്യം. ചിലപ്പോൾ എനിക്ക് അടി കിട്ടും. അത് കാരണം ഞാൻ അത് പറയുന്നില്ല. ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ റീവൈൻഡ് ചെയ്ത് കാണേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ അത് അവരെടുക്കണ സ്റ്റൈലാണ് നമുക്ക് മനസ്സിലാവാത്തത്. പക്ഷെ അവരുടെ ഒരു രീതിയിൽ അവർക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് മനസ്സിലായിരുന്നില്ല. അതൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നമ്മൾ ക്ലാസ് കണ്ടിട്ടാണ് ഞാൻ ആ സബ്ജക്റ്റ് പഠിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാൻ ആ സബ്ജക്റ്റ് പഠിച്ചിരുന്നത്. പിന്നെ ലാംഗ്വേജസ് നമുക്ക് ഒരു നോട്ട് നോക്കി പഠിക്കുന്ന ഒരു രീതി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ ആ നേരത്തെ പറഞ്ഞുതരാം. പിന്നെ നമ്മളൊരു സബ്ജക്റ്റും സെലക്റ്റീവായിട്ട് ഒരിക്കലും പഠിക്കരുത്. നമ്മളെല്ലാം പഠിച്ചു പോകണം. എന്നാലെങ്കിൽ നമുക്ക് ഒരു ഇത് കിട്ടുള്ളൂ, മാർക്ക്. പിന്നെ ആദ്യത്തെ എക്സാമിലൊക്കെ നമുക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഡെസ്പാവരുത്. ലാസ്റ്റ് വരെ നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് A+ കിട്ടും. എനിക്ക് ഫസ്റ്റത്തെ ഒരു എക്സാമിനൊന്നും ഇതുവരെ ഒരു എക്സാമിനും എനിക്ക് ഫുൾ A+ കിട്ടിയിട്ടില്ല. എനിക്ക് ഈ എക്സാമിനാണ് ഫുൾ A+ കിട്ടിയത്. അത് ആ എക്സാമിന് കിട്ടിയില്ലെങ്കിലും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയിരുന്നില്ല. നമ്മുടെ ഒരു ടീച്ചർമാർ സ്കൂളിൽ നോക്കുന്ന രീതി കാരണമായിരിക്കും. പിന്നെ മാത്സ് ഒക്കെ എഴുതി പഠിക്കണം, റെഫർ ചെയ്ത്. പിന്നെ ലാംഗ്വേജസ് ഒക്കെ നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കാൻ. പിന്നെ നമ്മൾ പഠിച്ച് പോയിട്ട് കാര്യമില്ല. പിന്നെ
ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസിങ് അത് വലിയൊരു കാര്യമാണ്. ലാസ്റ്റ് എത്തിയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലൊരു യൂസ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് പഠിക്കാൻ അങ്ങനെ ഒരു മൂഡില്ലാത്ത നേരത്ത് ഞാൻ ചെയ്തിരുന്നത് ഞാൻ സ്റ്റഡി ബ്ലോഗ്സ് എടുത്ത് കാണും. ഞാൻ കണ്ടിരുന്നത് മറ്റേ അനന്തു ആളുടെയും പിന്നെ അഭിനവ് അവരുടെ രണ്ടുപേരെയാണ് ഞാൻ സ്റ്റഡി ബ്ലോഗ്സ് കണ്ടിരുന്നത് കൂടുതലായിട്ടും. സ്റ്റഡി മോട്ടിവേറ്റഡ് ആവാൻ അവരുടെ രണ്ടാളുടെയും വീഡിയോ കണ്ടിരുന്നു. പിന്നെ മടി പിടിച്ചിരിക്കരുത്, ഇങ്ങനെ വല്ല സ്റ്റഡി ബ്ലോഗ്സ് ഒക്കെ എടുത്തിട്ട് കാണാം. അപ്പോൾ ഞാൻ അത്രയ്ക്കാണ് ചെയ്തിരുന്നത്. പിന്നെ കൂടുതൽ ഇനി സ്റ്റഡി ടിപ്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ ഇന്നത്തെ. ഇനി സ്റ്റഡി മെറ്റീരിയൽസ് സ്റ്റഡി വീഡിയോസ് കൂടുതലൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.